നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ ഫെബ്രുവരി മാസം 7-ാം തീയതി വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം മേടക്കൂർ. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. 4-ാം തീയതി ബുധൻ കുംഭം രാശിയിലേക്കും 6-ാം തീയതി ശുക്രൻ കുംഭം രാശിയിലേക്കും സംക്രമിക്കുന്നു. മേടക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം വരുമാനത്തിൻ്റെ കാര്യത്തിൽ ദോഷമൊന്നും ഈ ആഴ്ച കാണുന്നില്ല. പ്രത്യേകിച്ച് നേരത്തെ തന്നെ വരുമാനത്തിന് വലിയ കുറവൊന്നും ഇല്ലാത്തവർക്കും സാമ്പത്തിക ഭദ്രതയുള്ളവർക്കും കൂടുതൽ വരുമാനം നേടാൻ സാധിക്കും. അതുപോലെ തന്നെ സാമ്പത്തികമായി ഏതെങ്കിലും വിധത്തിൽ പരാധീനത അനുഭവിക്കുന്നവർക്ക് ആ കുറവിന് കുറേ അധികം ആശ്വാസമുണ്ടാവും. കുറേ പണം അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഒട്ടുമേ ഭാഗ്യം ധനത്തിൻ്റെ രൂപത്തിൽ അനുഗ്രഹിക്കാത്തവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒറ്റപ്പെട്ട അനുഗ്രഹങ്ങളെങ്കിലും ഉണ്ടാകണം. വിദേശവുമായി ബന്ധപ്പെട്ട യാത്ര തരപ്പെടും. അതുപോലെ തന്നെ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൗരാണിക സ്പർശമുള്ള വീടോ വാഹനമോ അതൊക്കെ വാങ്ങാൻ സാധിക്കും. ആ വാഹനം ഓടിക്കണമെന്നോ അല്ലെങ്കിൽ ആ വാഹനത്തെ കൊണ്ട് മറ്റു ഉപയോഗങ്ങൾ സാധിക്കണമെന്നോ ഉണ്ടായിരിക്കില്ല. മറിച്ച് ഒരു ബിംബമായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ, അത്തരത്തിലുള്ളവർക്ക് ഈ വിധത്തിലുള്ള വാഹനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആൻറ്റിക് എലമെൻസോ ഒക്കെ വാങ്ങിക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നു. അതുപോലെ തന്നെ പുതിയ വീട് വാങ്ങുവാനോ പുതിയ പ്രോപ്പർട്ടി വാങ്ങുവാനോ വസ്തു വാങ്ങുവാനോ സാധിക്കുന്നു. ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് അവരുടെ ജീവിത പങ്കാളിയുടെ കുടുംബത്തിൽ നിന്ന് ധനപരമായ വരവ് കാണുന്നുണ്ട്, പ്രത്യേകിച്ചും ആഴ്ചയുടെ 2-ാം പകുതി. അതുപോലെ തന്നെ ഈ മേടക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്കും അവരുടെ പുരുഷന്മാരിൽ നിന്നും വരുമാനമോ അല്ലെങ്കിൽ അവരുടെ പുരുഷന്മാർക്ക് ജോലി സംബന്ധമായ കാര്യത്തിൽ കയറ്റമോ ഉണ്ടാകും. ആഴ്ചയുടെ 2-ാം പകുതിയാണ് ഇത് കൂടുതൽ പ്രകടമായി കാണുന്നത്. ആഴ്ചയുടെ ആദ്യ പകുതിയിൽ വാഹനവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മാതാവിൻ്റെ കുടുംബത്തിൽ നിന്നും ധനമോ മറ്റ് വസ്തുവകകളോ ലഭിക്കാൻ സാധ്യതയുണ്ട്. വീടിൻ്റെ ഭാഗം വയ്ക്കൽ നടക്കാൻ സാധ്യതയുണ്ട്. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഉണ്ടായിരുന്ന തരത്തിലുള്ള തടസ്സങ്ങൾ, ജോലിയിൽ അവർക്ക് അവരുടെ മികവ് പ്രകടിപ്പിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സമോ പ്രശ്നമോ മേലധികാരികളിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നതിന് കുറച്ച് മാറ്റം വരുന്നതായി കാണുന്നുണ്ട്. പൊതുവെ തങ്ങളുടെ കഴിവ് എല്ലാവർക്കും സമ്മതിക്കത്തക്കതാവുകയും പ്രശംസ നേടിയെടുക്കാൻ സാധിക്കുന്നതായും കാണുന്നുണ്ട്. ആരോഗ്യ സംബന്ധമായിട്ടാണെങ്കിൽ പൊതുവെ ഇവർക്ക് ഡയബറ്റിസ് ഇഷ്യൂ ഉള്ളവർക്ക്, പ്രത്യേകിച്ചും മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അതല്പം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പുളിച്ചുതകട്ടലിൻ്റെ അസുഖം ഉദര സംബന്ധമായിട്ടുണ്ടെങ്കിൽ അതും വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഇവർക്ക് ഉദര സംബന്ധമായ രോഗം അല്പം വർദ്ധിക്കാം. എന്നാൽ സാമ്പത്തികമായി ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ കൂടുതൽ ഗുണകരമായിട്ടാണ് കാണുന്നത്. സാമ്പത്തിക നേട്ടം നല്ല രീതിയിൽ ഉണ്ടാവും എന്ന് കാണുന്നു. പ്രത്യേകിച്ചും കടബാധ്യതയിൽ നിന്ന് മോചനമോ കഴിഞ്ഞ കുറേ കാലമായി ഇവർ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുള്ളൊരു അവസരമോ ഒക്കെ ഉണ്ടാകുന്നു. പൊതുവെ ഗുണകരമാണ്. ശത്രുക്കളുടെ ഇടപെടൽ ഉണ്ടാകുമെങ്കിലും അതിനെ അതിജീവിക്കാൻ ഇവർക്ക് സാധിക്കും. വിമർശനങ്ങളും തടസ്സങ്ങളും ഉണ്ടാകുമെങ്കിലും അതിനെ അതിജീവിക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അധിക ചിലവ് ഇപ്പോഴും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. മേടക്കൂറിൽപ്പെട്ടവർക്ക് ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 5, 6, 7 ആണ് പൊതുവെ ഗുണകരം. അതുപോലെ അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ അര, ഇവരെ സംബന്ധിച്ചിടത്തോളം പുതിയ ചില സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധിക്കുന്ന വ്യക്തികൾക്ക്, ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അതിലുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഇവർക്കുണ്ടായിരുന്ന ഇവരുടെ പിതാവിൻ്റെ രോഗാരിഷ്ടതകളോ അല്ലെങ്കിൽ വിദേശത്ത് ജോലി സംബന്ധമായ കാര്യങ്ങൾക്കോ പഠന സംബന്ധമായ കാര്യങ്ങൾക്കോ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, അതിനൊരു മാറ്റമുണ്ടാകുന്നു. ജോലി കയറ്റം ഉണ്ടാകുന്ന കാര്യത്തിൽ ചില അഭിമുഖമോ അല്ലെങ്കിൽ എഴുത്തു പരീക്ഷയോ അതിൽ ചിലപ്പോൾ വിചാരിച്ചത്ര ഒരു വിജയം ഉണ്ടാവണമെന്നില്ല. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ ഇവർക്ക് അത് പ്രകടമായി അനുഭവപ്പെടാൻ സാധിക്കുന്നു. 2-ാം ദിവസം പൊടുന്നനവേ പരീക്ഷ നടക്കും, വിജയിക്കുമെന്നല്ല എൻ്റെ അർത്ഥം. ആഴ്ചയുടെ 2-ാമത്തെ പകുതിയിൽ ഇവർക്ക് ഇത് സംബന്ധമായി മനസ്സിലുണ്ടായിരുന്ന വിഷമങ്ങൾ മാറാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നു. പുതിയ ചില ആശ്വാസങ്ങളോ അല്ലെങ്കിൽ പുതിയ ചില പ്രതീക്ഷകളോ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ വിദേശവുമായി ബന്ധപ്പെട്ട പഠനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, ഉപരിപഠനവുമായി ബന്ധപ്പെട്ടാണ് അത് കൂടുതൽ വരുന്നത്. പഠനത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാകാം. ആഴ്ചയുടെ 2-ാം പകുതി ഇതിൽ നിന്നും ഇവർക്ക് ആശ്വാസം കിട്ടുന്നതായും കാണുന്നു. പെട്ടെന്നുണ്ടാകുന്ന ചില തീരുമാനങ്ങൾ ഇവർക്ക് വലിയ മാറ്റങ്ങൾ വരുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. തുടക്ക ദിവസങ്ങളിൽ ഇവരുടെ അഭ്യുദയകാംക്ഷികളായ വ്യക്തികളിൽ നിന്ന്, പ്രത്യേകിച്ചും രോഹിണി അതുപോലെ കാർത്തിക മുക്കാൽ മകയിരത്തിൻ്റെ ആദ്യത്തെ അര നക്ഷത്രക്കാരിൽ പുരുഷന്മാർക്ക് സ്ത്രീകളുടെ സൗഹാർദ്ദങ്ങളിൽ നിന്നോ സ്ത്രീ സുഹൃത്തുക്കളിൽ നിന്നോ സ്ത്രീ ബന്ധുക്കളിൽ നിന്നോ ഒക്കെ നല്ല സഹായം കിട്ടുന്നതായി കാണുന്നു. തിരിച്ചും അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്.
ഇടവക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് അവരുടെ ബന്ധത്തിൽപ്പെട്ട പുരുഷന്മാരിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നോ പുരുഷ ബന്ധുക്കളിൽ നിന്നോ ഒക്കെ സഹായമുണ്ടാകുന്നതായി കാണുന്നു. പ്രത്യേകിച്ചും ജോലി സംബന്ധമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ ഉന്നത പഠനത്തിന് വേണ്ടി ശ്രമിക്കുന്നവരിൽ ഇത്തരം ചില സഹായങ്ങൾ ലഭിക്കുന്നതായിട്ട് കാണുന്നു. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവർക്ക് അല്പം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും സന്താനങ്ങൾക്കത്ര നല്ലതല്ല. അതുപോലെ തന്നെ നേരത്തെ നിശ്ചയിച്ചിരുന്ന ചില മംഗളകർമ്മങ്ങൾ ചിലപ്പോൾ മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിലാണ് അത് വരുന്നതെങ്കിൽ യാത്ര കൊണ്ട് ഗുണം കാണുന്നു. പ്രത്യേകിച്ചും ആദ്യ പകുതിയിൽ. രണ്ടാം പകുതിയിൽ യാത്രയ്ക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ അത് വീട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുടെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളാലായിരിക്കാം മാറ്റിവെക്കപ്പെടുന്നത്. ധനപരമായ കാര്യത്തിൽ ഒരു ശരാശരി ലെവലിൽ നിന്ന് അല്പം ഉയർന്ന തരത്തിൽ ഇവർക്ക് വരുമാനം ലഭിക്കാനുള്ള സാധ്യത തന്നെ കാണുന്നു. എന്നാൽ ചിലവ് ഇവർക്കും അധികരിച്ചിരിക്കുമെന്നാണ് കാണുന്നത്. പ്രത്യേകിച്ച് ക്രമീകരണങ്ങളില്ലാതെയോ അല്ലെങ്കിൽ കൃത്യമായി ആലോചനകളില്ലാതെയോ ഒക്കെ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നിന്ന് ഇവർക്ക് ധനം ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാലും പണം ഇവർക്ക് വരുമെന്നതുകൊണ്ട് തൽക്കാലത്തെ ഈ നഷ്ടങ്ങൾ അവർ വേണ്ടത്ര ഗൗരവമായി കണക്കിലെടുക്കുന്നില്ല. എന്നാലും അത് ഭാവിയിൽ ദൂഷ്യം ചെയ്യുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിച്ചു കൊള്ളണം. ഇടവക്കൂറിൽപ്പെട്ടവർക്ക് പണം കൈകാര്യം ചെയ്യുന്നതിലും പണത്തിൻ്റെ കാര്യത്തിൽ നടത്തുന്ന ക്രമീകരണങ്ങളിലും കൃത്യമായ തന്നെ ഒരു ജാഗ്രത പുലർത്തണം എന്ന് പറയുന്നു. ഇടത്തെ കണ്ണിൻ്റെയോ ഇടത്തെ ചെവിയുടെയോ ഭാഗത്ത് വേദനയുണ്ടാകാനോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകാനോ സാധ്യത കാണുന്നുണ്ട്. പൊതുവെ മുഖരോഗങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. സഹോദരിമാരിൽ ചിലർക്ക് ചില ശാരീരിക അവശത ഉണ്ടാകാം. ചിലപ്പോൾ ഈ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരിൽ അത് സഹോദരിമാരാകാം, അതല്ലെങ്കിൽ സ്ത്രീ സുഹൃത്തുക്കളാവാം, അമ്മയോ മകളോ ഭാര്യയോ ആകാം. ഇവർ ആർക്കെങ്കിലുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതയോ ചിലപ്പോൾ കുടുംബത്തിൽ നിന്നൊന്ന് മാറി നിൽക്കേണ്ടി വരലോ സംഭവിച്ചേക്കാൻ സാധ്യതയുണ്ട്. ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1, 2 ദിവസങ്ങൾ താരതമ്യേന ഗുണകരമാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ രണ്ടാം പകുതി ആണ് കൂടുതൽ ഗുണകരം. ആദ്യ 2 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളാണ് കൂടുതൽ ഗുണകരമായി കാണുന്നത്. പ്രത്യേകിച്ചും വളരെ പെട്ടെന്ന് തന്നെ ഇവരുടെ കാര്യത്തിൽ ചില ഭാഗ്യം ഉണ്ടാകുന്നതായി കാണുന്നു. ഇവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾ അതുവരെ ഈ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് വേണ്ടത്ര കാരുണ്യമോ വേണ്ടത്ര ഒരു അനുതാപമോ പ്രകടിപ്പിക്കാത്ത വ്യക്തികൾ ഇപ്പോൾ അതൊക്കെ മാറി കുറച്ചുകൂടി അവരുടെ കാര്യങ്ങൾ പരിഗണിക്കുന്നതായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും ജോലി രംഗത്താണ് അത് കാണുന്നത്. അതുപോലെ ഉയർന്ന പഠനത്തിന് ശ്രമിക്കുന്ന വ്യക്തികൾക്കും ചിലപ്പോൾ അധികാരികളിൽ നിന്നോ അല്ലെങ്കിൽ സഹായിക്കാൻ നേരത്തെ ഒരുമ്പെട്ടിരുന്ന ബന്ധുക്കളിൽപ്പെട്ടവരിൽ നിന്നോ ഒക്കെ ചില ചെറിയ വിമർശനങ്ങളോ തടസ്സമോ ഉണ്ടാകാം. എന്നാൽ ആഴ്ചയുടെ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അത് മാറുന്നു എന്നാണ് കാണുന്നത്. അവർക്ക് ആശ്വാസകരമായി തന്നെ വരുന്നു. അതുകൊണ്ട് പഠനത്തിൻ്റെ കാര്യത്തിലായാലും ശരി, അല്ലെങ്കിൽ നാട്ടിൽ ചെയ്യുന്ന ജോലിയുടെ കാര്യത്തിലായാലും ശരി, ഇവർക്ക് ആ മേഖലയിൽ നിന്ന് വളരെ വലിയ സഹകരണങ്ങൾ ലഭിക്കുന്നു എന്ന് തന്നെ ചിന്തിക്കണം. ഏറ്റവും പ്രധാനം ഇവരുടെ കർമ്മരംഗത്ത് ഉണ്ടാകുന്ന തടസ്സത്തിന് ചെറിയൊരു ആശ്വാസം ഈ ആഴ്ച ഉണ്ടാകുന്നു എന്നതാണ്. സാമ്പത്തിക ലാഭം ഉണ്ടാകുമെങ്കിലും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകാവുന്ന ഉടനെ ലാഭം കിട്ടാത്ത ചില കർമ്മങ്ങൾക്ക് വേണ്ടിയോ പണം ചിലവഴിക്കേണ്ടി വന്നേക്കാം. ഒന്നുകിൽ മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ സ്വന്തം പഠനത്തിനോ ഉദ്യോഗം കയറ്റത്തിനോ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പണച്ചിലവ്. അതുമല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യത കൂടുതൽ കാണുന്നത് വയോധികരായ രക്തബന്ധത്തിൽപ്പെട്ടവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുന്നതുമാകാം. ഏതായാലും ഇതൊന്നും ഉടനെ ലാഭം കിട്ടുന്നതല്ല, എന്നാൽ സാമ്പത്തികമായ ചിലവ് തന്നെയാണ്. മിഥുനക്കൂറിൽപ്പെട്ടവർക്ക് ജോലി സംബന്ധമായ ഒരു മാറ്റം ഈ ആഴ്ചയുടെ പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ കൃത്യമായി കാണുന്നുണ്ട്. പുതിയ ജോലി സംബന്ധമായ മേഖലകളിൽ ഇവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന തടസ്സമൊക്കെ മാറുന്നതായി കാണുന്നു. പുതിയ ചില ആശയങ്ങൾ തങ്ങളുടെ കർമ്മരംഗത്ത് ഇവർ പ്രയോഗിക്കാൻ ശ്രമിക്കുകയും ആ പ്രയോഗം ആഴ്ചയുടെ രണ്ടാം പകുതിയിലൊക്കെ കൂടുതൽ വിജയകരമാകും. തുടർന്നുള്ള ദിവസങ്ങളിൽ അതുകൊണ്ട് ഗുണമുണ്ടാവുകയും ചെയ്യും. സാമ്പത്തികമായ നേട്ടം കൂടുതലും ഇവർക്ക് ആദ്യ 2 ദിവസങ്ങൾക്ക് ശേഷമാണ്. കൃത്യമായി പണം ഉണ്ടാക്കുവാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ചില ശ്രമങ്ങൾ വിജയം കണ്ടെത്തുകയും ചെയ്യുമെന്ന് കാണുന്നു. പൊതുവേ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഒരു പൊതുവേ ഉള്ള രോഗാവസ്ഥ കാണുന്നുണ്ട്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ രോഗസംബന്ധമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയോ പണം മുടക്കേണ്ടി വന്നേക്കാം. പിതാവിന് അത്ര നല്ലതല്ല, ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്
ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ പിതാവിന് ഹൃദയമോ കണ്ണോ ഞരമ്പുകളോ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അവശത ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 3, 4 ആണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം തുടക്ക ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും തൊട്ട് ആഴ്ചയ്ക്ക് മുമ്പുണ്ടായിരുന്ന ആലസ്യമൊക്കെ മാറി കുറച്ചുകൂടി ഊർജ്ജസ്വലമായി തങ്ങളുടെ മേഖലയിൽ ഇവർ വ്യാപരിക്കുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കർമ്മം സംശുദ്ധമായി നടക്കുന്നത് കൊണ്ട്, കർമ്മം വളരെ എഫക്റ്റീവായി ഫലപ്രാപ്തിയോടുകൂടി പോകുന്നത് കൊണ്ട് സ്വാഭാവികമായും ഇവർക്ക് ധനം ശേഖരിക്കുന്ന കാര്യത്തിൽ, ധനം വരുന്ന കാര്യത്തിൽ വലിയ അല്ലലൊന്നും ഉണ്ടാവില്ല. എന്നാൽ ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം ഇവരുടെ വാക്കുകൊണ്ട് തന്നെ ഇവർക്ക് ഏതെങ്കിലും ദോഷമുണ്ടാകാം. സ്വന്തം നാവ് തന്നെ ശത്രുവായി മാറുന്നൊരവസ്ഥ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും മേലധികാരികളോടോ അല്ലെങ്കിൽ വീട്ടിലെ തന്നെ കാരണവസ്ഥാനത്തുള്ളവരോടോ അല്ലെങ്കിൽ ആരെയാണോ അവർ അനുസരിക്കേണ്ടത്, ആരെയാണോ അവർ ബഹുമാനിക്കേണ്ടത്, അത്തരം വ്യക്തികളോട് കയർത്തു സംസാരിക്കുക, തൻ്റെ ഇടത്തോടു കൂടി പറയുക തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടാകുന്നു. ഒരുപക്ഷെ വൈകാരികമായ ഏതെങ്കിലും ഒരു പ്രശ്നത്താലായിരിക്കാം ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത്. എങ്കിലും തുടർന്നു വരുന്ന ദിവസങ്ങളിൽ അവർക്കത് മനോവിഷമത്തിനോ ജോലി സംബന്ധമായ കാര്യങ്ങളിലോ കർമ്മരംഗത്തോ ആണെങ്കിൽ സാമ്പത്തികമായ പ്രശ്നങ്ങൾക്കോ കാരണമായി തീരാം. അതുകൊണ്ട് ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം ഇവരുടെ വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് കാണുന്നു. വൈകാരികമായ ഒരു ആവേശമൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ഒരു ഡീപ്പ് ബ്രീത്തൊക്കെ എടുത്ത് അതിനെ മനഃപൂർവ്വം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് നല്ലത്. പൊതുവേ ഇവർക്ക് ജീവിതത്തിൽ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. 9ാം ഭാവത്തിൽ ശനി, അതുപോലെ രാഹു അഷ്ടമത്തിൽ. രാഹുവിനെ വ്യാഴം നോക്കുന്നത് കൊണ്ട് കുറേയൊക്കെ മാറ്റം വരുന്നുണ്ട്. എന്നാൽ പോലും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഭാഗ്യസ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്നതിനാൽ അങ്ങേ അറ്റത്തെ കരുതലോടുകൂടി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ മാത്രമേ ഇവരുടെ കാര്യത്തിൽ വിജയവും പ്രശ്നവും ഉണ്ടാകുന്നുള്ളൂ. ചെറിയ ഒരു അബദ്ധം അല്ലെങ്കിൽ ചെറിയ ഒരു അശ്രദ്ധ ചിലപ്പോൾ ഇവർക്ക് വലിയ ചില ഭാഗ്യക്കേടിലേക്ക് വഴിവെക്കാനുള്ള സാധ്യത കാണുന്നു. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇടുപ്പല്ലിൻ്റെ ഭാഗത്തും കാൽമുട്ട് ഭാഗങ്ങളിലും എന്തെങ്കിലുമൊക്കെ അസ്ഖിതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിതാവിന് വാദസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യത. ഈ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ഏതെങ്കിലും തരത്തിലുള്ള റൊമാറ്റിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതവർക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചലനശേഷി കൂടുതൽ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള വ്യായാമ മുറകളൊക്കെ ശീലിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ നല്ല, അല്ലെങ്കിൽ വീടിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലുണ്ടായ തടസ്സം മാറിക്കിട്ടുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓർക്കാപ്പുറത്തുണ്ടാകാവുന്ന ചില ഗുണങ്ങൾ ഇവർക്ക് വളരെ ആശ്വാസമായി മാറുന്നു. പ്രത്യേകിച്ചും ധനപരമായ ഒരു നേട്ടമുണ്ടാകുന്നത്. എന്നാൽ ത്വക്ക് രോഗമുണ്ടാകാം ജീവിത പങ്കാളിക്ക്. അതുമാത്രമല്ല, ജീവിത പങ്കാളി ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗ കയറ്റത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ജോലികൾക്ക് വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന എഴുത്തു പരീക്ഷയുടെയോ അഭിമുഖത്തിൻ്റെയോ ഒക്കെ കാര്യത്തിൽ ചെറിയ ചില നിരാശ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ കരുതലോടെ അതിനെയൊക്കെ നേരിടാൻ ശ്രമിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം, കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1, 2, പിന്നെ 5, 6, 7 ഉച്ചവരെ. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഈ ആഴ്ച ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങൾ മാത്രമാണ് നല്ലത് എന്ന് പറയുന്നത്. അതും ആദ്യത്തെ 2 ദിവസങ്ങളും അവസാനത്തെ 2.5 ദിവസങ്ങളും അത്ര നല്ലതല്ല. ഇടയ്ക്ക് വരുന്ന 2 ദിവസങ്ങൾ മാത്രമാണ് ഗുണകരം, താരതമ്യേന ഗുണകരം. അതിൽ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഇവർക്ക് ഓർക്കാപ്പുറത്ത് ചില വലിയ ആശ്വാസങ്ങൾ ഈ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളിൽ നിന്ന് വളരെ ആശ്വാസം കിട്ടുന്നു. അതുപോലെ തന്നെ ചിങ്ങക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് പുരുഷന്മാരിൽ നിന്നും ആശ്വാസം കിട്ടുന്നതായി കാണുന്നു. ഒരുപക്ഷെ അവരുടെ ചില സമാഗമങ്ങൾ, മനസ്സിലുണ്ടായിരുന്ന മുറുക്കം, മനസ്സിലുണ്ടായിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള വിഷമം ഇതിനെയൊക്കെ മാറ്റുന്നതായിട്ട് കാണുന്നു. ചില സഹവാസങ്ങൾ ചിലപ്പോൾ അവർക്ക് വലിയ ആശ്വാസം നൽകുന്നതായിട്ടും കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട യാത്ര വളരെ പെട്ടെന്ന് റെഡിയാവുന്നു. അതുപോലെ കുറേ കാലമായി വീടിൻ്റെ പണികൾക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് അതിന് സഹായകമായ തരത്തിൽ അല്ലെങ്കിൽ അതിന് സഹകരണം ലഭിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കിട്ടുന്നു. അതുകൊണ്ട് തന്നെ വീടിൻ്റെ പണി പുരോഗമിക്കുന്നു. വാഹനം പുതിയത് വാങ്ങാൻ സാധിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനം ഇവരുടെ കുടുംബ വീട്ടിൽ നിന്ന്, പ്രത്യേകിച്ച് മാതാവ് വഴി കിട്ടുന്ന ധനം ഇവരിലേക്ക് വന്നു ചേരുന്നതായി കാണുന്നു.
അതുപോലെ ചിങ്ങക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് അവരുടെ ഭാര്യാഗ്രഹങ്ങളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായമോ തിരിച്ചും സ്ത്രീകൾക്ക് പുരുഷന്മാരിൽ നിന്നും ഭർതൃവീട്ടിൽ നിന്നുമൊക്കെ ഗുണം കിട്ടുന്നതായി കാണുന്നു. പഠന സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന പണം ചിലപ്പോൾ വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങൾക്കോ മുടക്കേണ്ടി വരുമെന്ന് കാണുന്നു. എന്നാൽ പിന്നീട് ബാക്കി കാര്യങ്ങളൊക്കെ നിറവേറ്റപ്പെടാൻ സാധിക്കുമെന്നും കാണുന്നു. പ്രധാനമായും ഇവരിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇവരുടെ മനസ്സിൻ്റെ സമാധാനവും അതുപോലെ തന്നെ വൃഥാ ഉണ്ടാകുന്ന ആശങ്കകൾക്ക് ഒരു അറുതിയുമാണ്. ഒരുപക്ഷെ കൂടെ ഉള്ളവർ വല്ലാത്ത ടെൻഷൻ ഇവർക്ക് നിൽക്കുന്നതായി കാണുന്നുണ്ട്. പ്രത്യേകിച്ചും തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ടുണ്ടാകുന്ന ആശങ്കകൾ ഒരു പരിധിവരെ ഇവരുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകാൻ ഇവർക്ക് ചില സഹവാസങ്ങൾ അത്യാവശ്യമായി വന്നിരിക്കുന്നു. അത്തരം ചില അവസ്ഥകൾ ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് കിട്ടാം, എന്നാൽ ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് പുറത്താകാം കിട്ടുക. ഏതായാലും അത്തരം ഒരു ആശ്വാസത്തിലൂടെ ഇവർ കടന്നു പോകുന്നത് പൊതുവേ ഇവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യത്തിനും ഭൗതികമായ നേട്ടത്തിനും വേണ്ടി നല്ലതാണ് എന്ന് വേണം പറയാൻ. യാത്രകൾ വളരെ സൂക്ഷിച്ച് ചെയ്യണമെന്ന് കാണുന്നു. തടസ്സമോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാകാം. നട്ടെല്ല് സംബന്ധമായോ പാദങ്ങൾ സംബന്ധമായോ കാൽപാദങ്ങൾ സംബന്ധമായോ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാകാനുള്ള അനാരോഗ്യ വിഷയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഈ ആഴ്ചയിൽ ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 3, 4 ആണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങളും അവസാനത്തെ 2.5 ദിവസങ്ങളും വളരെ ഗുണകരമായിട്ട് കാണുന്നു. സാമ്പത്തിക നേട്ടം തന്നെയാണ് ഇവർക്ക് ഏറ്റവും ഗുണകരമായി നിൽക്കുന്നത്. പ്രത്യേകിച്ചും ഇവർ പണ്ട് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായി സഹായം ചോദിച്ചിരുന്ന വ്യക്തികളോ അപേക്ഷിച്ചിരുന്ന വ്യക്തികളോ അത്തരം സ്ഥാപനങ്ങളോ ഇവരുടെ കാര്യം വീണ്ടും പരിഗണിക്കുകയും അതിൽ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നതായി കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ടിനോ മറ്റോ ഇവർ ശ്രമിച്ചിരുന്നുവെങ്കിൽ അതിനും അനുകൂലമായ ചില മറുപടികൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ജലജന്യമായ വസ്തുക്കൾ കൊണ്ട് വരുമാനമുണ്ടാക്കുമെന്ന് കാണുന്നു. ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, ഔഷധരംഗം, അതുപോലെ തന്നെ കെമിക്കൽ രംഗം, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ മരുന്ന്, രാസവളം, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഇവർക്ക് കച്ചവടം നടത്തുകയോ ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുകയോ ചെയ്യുന്നത് ഇപ്പോൾ കൂടുതൽ ഗുണകരമാണ്. ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്ന ജോലികൾ ചെയ്യുക, അത്തരം സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുക, അത്തരം സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് നടത്തുക, അതൊക്കെ ഗുണകരമാണ്. പ്രോപ്പർട്ടി സംബന്ധമായ കാര്യങ്ങളിലും ഇവർക്ക് ഇപ്പോൾ കുറച്ച് ഗുണം കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്കൊക്കെ പണം മുടക്കിയിരുന്നവർ, കഴിഞ്ഞ കുറേ കാലമായി ആ പണം ബ്ലോക്കായിരുന്നവർ, അതിന് കുറച്ചുകൂടി ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നതായി കാണുന്നു. അപ്പോൾ പൊതുവേ സാമ്പത്തിക കാര്യത്തിൽ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ഗുണകരമാണ്. ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം അല്പം അധിക ചെലവ് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും അധികാരികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ നേരാവണ്ണം മുന്നോട്ട് പോകാൻ തടസ്സമായി നിൽക്കുന്ന ചില ഔദ്യോഗികമായ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടോ പണം ഇവർക്ക് ചെലവഴിക്കേണ്ടി വരുന്നതായി കാണുന്നു. പ്രത്യേകിച്ചും യാത്രകൾ ഈ സമയത്ത് കാണുന്നു. അതുകൊണ്ട് തന്നെ വല്ലാത്ത ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നു ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം. ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷമുള്ള ഈ 2 ദിവസങ്ങൾ, അതായത് ഈ യാതനയുടെ 2 ദിവസങ്ങൾക്ക് ശേഷം പിന്നീട് വരുന്ന 2.5-3 ദിവസങ്ങളോളം വളരെ ഗുണകരമാണ്. സമാധാനത്തിൻ്റെ ഒരു അവസ്ഥയാണ് കാണുന്നത്. പ്രത്യേകിച്ചും ശ്രമിച്ച കാര്യങ്ങൾ അനുകൂലമായി വരുന്നതിനാലാവാം ഇവർക്ക് ഒരു സമാധാനത്തിൻ്റെയും അതുപോലെ തന്നെ സാമ്പത്തിക ലാഭത്തിൻ്റെയും പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടന്നതിൻ്റെയും ഒക്കെ ഒരു സുഖം അനുഭവിക്കുന്ന അവസ്ഥ കാണുന്നത്. പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം. ആഴ്ചയുടെ അവസാന ദിവസം ഉച്ചയ്ക്ക് ശേഷം മുഖരോഗത്തിനോ തലവേദന പോലുള്ള അസുഖങ്ങൾക്കോ സാധ്യതയുണ്ട്. യാത്രാക്ഷീണം കൊണ്ടോ മറ്റോ ആവാം അത്, എന്നാൽ അത് ശ്രദ്ധിച്ചു കൊള്ളണം. അപ്പോൾ പൊതുവേ ഇവർക്ക് ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങളും അവസാനത്തെ 2.5 ദിവസങ്ങളും വളരെ ഗുണകരമാണ്. ഇടയ്ക്ക് വരുന്ന 2 ദിവസങ്ങൾ അമിത ചെലവ് കാണുന്നുണ്ട്. അത് സ്വന്തം ആരോഗ്യരക്ഷയ്ക്കാവാം, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇവരുടെ കർമ്മ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സമായി നിന്നിരുന്ന കാര്യങ്ങൾ മാറ്റുവാൻ വേണ്ടി ചിലവഴിക്കുന്ന പണവുമാകാം. എന്തായാലും അത്തരം ഒരു അധിക ചിലവ് കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, പിന്നെ 5, 6, 7 ഉച്ചവരെ. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആശ്വാസത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ ഒരു അവസ്ഥ വ്യാഴത്തിൻ്റെ നിലപാടിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആഴ്ചയുടെ ദിവസങ്ങൾ പൊതുവെ ഇവർക്ക് ശുക്രൻ്റെയും ബുധൻ്റെയും ഒക്കെ നിലകൊണ്ട് ഗുണകരമാണ്. വീട്ടിൽ അല്ലെങ്കിൽ ഇവർ സഹവസിക്കുന്ന സമൂഹത്തിൽ
ഓഫീസിൽ, അതുപോലെ തന്നെ മാതാവിൻ്റെ വീട്ടിൽ, സ്വന്തം തറവാട്ടിൽ ഒക്കെയും ഉണ്ടായിരുന്ന ആ കാലുഷ്യവും പ്രശ്നങ്ങളും മാറുന്നതായിട്ട് തന്നെയാണ് ഈ ആഴ്ചയും കാണുന്നത്. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ കൂടുതൽ അനുഗ്രഹമായി കാര്യങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത്. എന്തിനെയാണോ പ്രതീക്ഷിച്ച് അവർ ഇരിക്കുന്നത്, ധനപരമായ കാര്യത്തിന് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി ആയാലും ശരി, ഏതെങ്കിലും ഒരു വസ്തു വിറ്റ് കടബാധ്യതയോ മറ്റു പ്രശ്നങ്ങളോ മാറ്റുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിനായാലും, അല്ലെങ്കിൽ കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുന്ന ചില ബിസിനസ് മേഖലയുടെ കാര്യത്തിലായാലും ശരി, അത് ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഇവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ കൊണ്ടുവരുന്നു, അവരിൽ എത്തിക്കുന്നു എന്നാണ് കാണുന്നത്. പൊതുവേ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഈശ്വരാധീനത്തിൻ്റെ ദിവസങ്ങളാണ് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ കാണുന്നത്. പ്രത്യേകിച്ചും കുടുംബത്തിലെ തന്നെ ചില സ്ത്രീ സാന്നിധ്യങ്ങൾ ഈ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ നന്നായി സഹായിക്കുമെന്ന് കാണുന്നു. ചിലപ്പോൾ അത് ഈശ്വരൻ്റെ രൂപമായി വന്നു തന്നെ സഹായിക്കുന്നതാവാം. കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാകുന്നതിനും ഭാവിയിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയും സന്താനങ്ങളുടെ മംഗളകരമായ കാര്യങ്ങളിൽ സഹായിക്കുന്നതിന് വേണ്ടിയും ഒക്കെ ഒരു ഗുണകരമായ അവസ്ഥയാണ് കാണുന്നത്. എന്നാൽ ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, ഇവരെ സംബന്ധിച്ചിടത്തോളം പിതാവ്, കാരണവസ്ഥാനത്തുള്ളവർ, രക്തബന്ധത്തിൽപ്പെട്ട വയോധികരായ വ്യക്തികൾ, ഇവരുടെയൊക്കെ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ വേണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ്, സ്വന്തം ആരോഗ്യ സംരക്ഷണത്തിനും ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെലുത്തേണ്ടതുണ്ട്. അതിലൊരു ഉദാസീനത തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ഈ അടുത്തിടെ കാണിക്കുന്നതായി വരുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും അനാരോഗ്യം ബാധിക്കാനുള്ള സാധ്യത, കാര്യങ്ങളെല്ലാം നേടുമ്പോൾ അതിനെ അതുപോലെ സ്വീകരിക്കാൻ മനസ്സിന് പറ്റാത്തൊരവസ്ഥ ഇത്തരമൊരു ജീവിതശൈലി കൊണ്ട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഇവരുടെ ആരോഗ്യവും പ്രത്യേകമായി പരിഗണിക്കണമെന്ന് വിചാരിക്കുന്നു. പൊതുവേ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും സാമ്പത്തിക സംബന്ധമായ കാര്യങ്ങളിലും ഇവരുടെ പ്രവർത്തന മേഖലയിലും ഈശ്വരാധീനമുണ്ട്, അനുഗ്രഹമുണ്ട് എന്ന് തന്നെ കാണുന്നു. സന്താനങ്ങളുടെ കാര്യത്തിലുണ്ടായിരുന്ന ആശങ്കകൾക്ക് ഈ ആഴ്ചയിൽ, പ്രത്യേകിച്ചും ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ സമാധാനം വരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പൊതുവേ ഗുണകരമാണ്. ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1, 2, 3, 4 പിന്നെ 7-ാം തീയതി ഉച്ചയ്ക്ക് ശേഷവും പൊതുവേ ഗുണകരമാണ് തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ സഹോദരസ്ഥാനത്തുള്ളവരോ അഭ്യുദയകാംക്ഷികളായ വ്യക്തികളോ അടുത്ത സുഹൃത്തുക്കളോ അടുത്ത ബന്ധുക്കളോ സഹായിക്കുന്നതിന് സന്മനസ് കാണിക്കുന്ന ഒരാഴ്ച തന്നെയാണ് ഈ വാരവും. അതുകൊണ്ട് തന്നെ ഇവരുടെ സാമ്പത്തികം നേടുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ബിസിനസ് സംരംഭമായാലും ശരി, ജോലിയുടെ കാര്യത്തിലായാലും ശരി, മറ്റു പ്രവർത്തന മേഖലകളിലായാലും ശരി, ഈ പറഞ്ഞ കൂട്ടരുടെ ഒരു സഹായം ഉണ്ടാവും. അത് ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. മാതാവിൻ്റെ ഭാഗത്തു നിന്നും വളരെ സഹായം ഉണ്ടാകുമെങ്കിലും മാതാവിന് ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ അവരെ ചൊല്ലി വല്ലാത്ത ആശങ്കകളും പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മാതാവിന് അടുക്കാൻ ഒരു ബുദ്ധിമുട്ട് വരും. ആശങ്കകളാൽ തന്നെ അവരുടെ മനസ്സ് വല്ലാതെ മൂടിക്കെട്ടി കിടക്കുന്നത് കൊണ്ട് ഏറ്റവും വേണ്ടപ്പെട്ട മക്കളോട് അടുത്തിടപഴകാൻ സാധിക്കാത്ത തരത്തിൽ ഭയാശങ്കകൾ അവരെ വരിഞ്ഞു മുറുക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കൃത്യമായി ഇവർക്കിപ്പോൾ ഈശ്വരാധീനത്തിൻ്റെ അവസ്ഥ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ അത് കുറച്ചുകൂടി പ്രകടമാണ്. വീട്ടിൽ തങ്ങളുടെ സാന്നിധ്യവും തങ്ങളെ ചൊല്ലി വീട്ടിലുണ്ടായിരിക്കുന്ന ഈ ഭയവിഹുലതകൾക്ക് കുറവ് വരുത്താനും വൃശ്ചികക്കൂറിൽപ്പെട്ട ആൾക്കാർക്ക് സാധിക്കുമെന്ന് കാണുന്നു. പൊതുവെ സാമ്പത്തികമായ ലാഭം, അതിനുവേണ്ടി ശ്രമിക്കുന്ന പ്രവർത്തനങ്ങൾ, അത് ജോലിയിലായാലും ബിസിനസ്സിലായാലും അത്തരം കാര്യങ്ങളിൽ പുതിയ സംരംഭങ്ങൾ ഉണ്ടാവാം. പുതിയ വാഹനം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. പുതിയ അന്തരീക്ഷത്തിലേക്ക് താമസം മാറാം. അതുപോലെ തന്നെ പുതിയ രാജ്യം, പുതിയ സ്ഥലത്തേക്ക് മാറാം. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാം. ഇതിൻ്റെയൊക്കെ ശ്രമങ്ങളായതുകൊണ്ട് പണത്തിൻ്റെ ചിലവുണ്ടെങ്കിലും എവിടൊക്കെയോ പ്രതീക്ഷകൾ വച്ചു പുലർത്തുന്നൊരവസ്ഥ കാണുന്നുണ്ട്. ഈശ്വരാധീനത്തിൻ്റെ ഒരു ചെറിയ കുറവ് വ്യാഴം 8-ൽ സഞ്ചരിക്കുന്നതുകൊണ്ടുണ്ടെങ്കിലും ബാക്കി ഗ്രഹങ്ങളുടെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഇവർക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും. വളരെ അടുത്തു തന്നെ വ്യാഴവും നല്ല സ്ഥലത്തേക്ക് വരുമ്പോൾ ഇവർക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും എന്ന് വേണം ചിന്തിക്കാൻ. ഓരോ ജാതകത്തിലും ഉണ്ടാകുന്ന ദശാപഹാര ഛിദ്രങ്ങളുടെ ഗുണവും കൂടി കണക്കിലെടുക്കുമ്പോൾ പൊതുവെ ഗുണം വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ ആഴ്ച വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം വളരെ ഗുണമാണ്. പ്രവർത്തനങ്ങളിലും സാമ്പത്തിക നേട്ടത്തിലും പൊതുവെ അഭിലഷിക്കുന്ന കാര്യങ്ങൾ നേടുന്നതിലുമൊക്കെ. സാമ്പത്തികമായി മുഖരോഗങ്ങൾ വരാനുള്ള, ആരോഗ്യ സംബന്ധമായി മുഖരോഗങ്ങൾ വരാനുള്ള സാധ്യത, ശ്വാസം മുട്ടൽ, ആസ്മ പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് അത് വർദ്ധിക്കാനുള്ള സാധ്യതയും കാണുന്നു. ചെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വർദ്ധിക്കാനിട. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 3, 4, 5, 6, 7 ഉച്ചവരെയും നല്ലതാണ്. അത്
ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ രംഗത്തും പ്രവർത്തന രംഗത്തിലും തടസ്സമുണ്ടെങ്കിലും ഈശ്വരാധീനത്തിൻ്റെ നേരിയ ഒരു അനുഗ്രഹം ഇവരിലേക്ക് ചൊരിയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വിഹുലതകളിലും ഭയാശങ്കകളിലൂടെ നടന്നു പോകുമ്പോഴും ഈശ്വരൻ്റെ അനുഗ്രഹം പ്രതീക്ഷയായി ഇവർക്ക് വരുന്നു. അതുകൊണ്ട് തങ്ങളുടെ കർമ്മ മേഖലയിൽ ഇവർക്ക് ഏതെല്ലാം വിമർശനങ്ങൾ ഉണ്ടായാലും ഏതെല്ലാം തരത്തിലുള്ള അപഹാസ്യതകൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും മുന്നോട്ട് പോകാൻ തന്നെ സാധിക്കുമെന്ന് കാണുന്നു. ആഴ്ചയുടെ ആദ്യ ദിവസങ്ങൾക്ക് ശേഷം സാമ്പത്തികമായി വളരെ ഗുണമാണ് ഇവർക്ക് കാണുന്നത്. അതായത് പ്രത്യേകിച്ചും ഈ ആഴ്ചയുടെ രണ്ടാമത്തെ പകുതിയിൽ ഇവർക്ക് വളരെ ഗുണകരമാണ് കാണുന്നത്. കർമ്മരംഗം അതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു അറുതി വരുന്നു. ഈ ആഴ്ചയിലെ കാര്യമാണ് ഈ പറയുന്നത്. പൊതുവേ ഉള്ള കാര്യത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വന്നേക്കാം. എന്നാലും ഈ ആഴ്ചയിൽ പൊതുവേ ആഴ്ചയുടെ രണ്ടാം പകുതി പ്രവർത്തന രംഗത്ത് കുറച്ചുകൂടി ഈശ്വരാധീനം കാണുന്നു, ഭാഗ്യം കാണുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് നല്ല വരുമാനം കാണുന്നു. ഓരോ ദിവസവും ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്ന് വരുമാനം നേടുന്നവർക്ക് അത് ഗുണകരമാണ്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മാസാവസാനം ശമ്പളം വാങ്ങുന്നവർക്ക് അവരുടെ പ്രവർത്തനങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു വിജയം അവർക്കുണ്ടാകുന്നതായി കാണുന്നു. ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ തടസ്സങ്ങൾ മാറുന്നു, പ്രവർത്തനങ്ങൾ വിജയകരമാകുന്നു, അഭിലഷിക്കുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ സാധിക്കുന്നു. പുതിയ ചില സംരംഭങ്ങൾ വരുന്നു, പുതിയ ചില കൂട്ടുകെട്ടുകൾ വരുന്നു, ചില പുതിയ മേലധികാരികളുടെ ഇടപെടലുകൾ കൊണ്ട് ഇവരുടെ കാര്യങ്ങൾ നന്നായി നടന്നു പോകുന്നതായി കാണും. പൊതുവെ ഈശ്വരാധീനത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് സർവേശ്വരനായ വ്യാഴം ഇവരുടെ ജന്മലഗ്നത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതിനാൽ, വീക്ഷിക്കുന്നതിനാൽ തീർച്ചയായിട്ടും ഇവർക്ക് അനുഗ്രഹമുണ്ടെന്ന് തന്നെ കരുതണം. 4-ാം ഭാവത്തിലെ ശനി സ്വന്തം കുടുംബത്തിലും എവിടെ തങ്ങുന്നുവോ അവിടെയുമെല്ലാം, അല്ലെങ്കിൽ കർമ്മരംഗത്തുമൊക്കെ ഓരോരോ തടസ്സങ്ങളും പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണമുള്ള പ്രേരണ ഇവർക്ക് നൽകുന്നത് സർവേശ്വരനായ വ്യാഴത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ്. അത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. സഹോദര സ്ഥാനത്തോ ബന്ധുസ്ഥാനത്തോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോ ഇവരെ മാനസികമായി സഹായിക്കുന്നതായി കാണുന്നു. വലിയ പിന്താങ്ങൽ നൽകുന്നു. ശാരീരികമായി അതുകൊണ്ട് തന്നെ ഇവർക്ക് വല്ലാത്ത ഊർജ്ജം അനുഭവപ്പെടുന്നതായി മനസ്സിലാക്കുന്നതിനാൽ കർമ്മ മേഖലയിൽ കൂടുതൽ നന്നായി വ്യാപരിക്കാൻ സാധിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ത്രോട്ട്, തോളല് ഭാഗങ്ങളിൽ, തോളല് ഭാഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അസഹ്യത ഉണ്ടാകാൻ, ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ തന്നെ സൈനസൈറ്റിസിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ജലജന്യ രോഗങ്ങളോ ബാധിക്കുന്നവർക്ക്, അത്തരം അസുഖങ്ങൾ നേരത്തെ തന്നെ ഉള്ളവർക്ക് അത് ഇത്തരം കാലാവസ്ഥയിൽ വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായി അത്തരം കാര്യങ്ങളിൽ ഒരു കരുതലുണ്ടായിരിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5, 6, 7 തീയതികൾ താരതമ്യേന ഗുണകരമാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ തന്നെയാണ്. വിചാരിച്ച കാര്യങ്ങൾ, വിചാരിച്ച പദ്ധതികൾ അത് നടപ്പിലാക്കാൻ തക്കവണ്ണമുള്ള ശ്രമങ്ങളെല്ലാം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ കൃത്യമായി കാണുന്നു. പിന്നീട് വരുന്ന 2 ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അപ്രതീക്ഷിതമായി ധനപരമായ നേട്ടമുണ്ടാകും. ഇവരുടെ വാഗ്ധോരണിയിൽ ആളുകൾ ഇഷ്ടപ്പെടുകയും അവരുടെ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാകുകയും ചെയ്യുകയും സാമ്പത്തികമായി സഹായമറിയുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ധനസഹായം ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം വരാം. എന്നാൽ ശാരീരികമായ പ്രശ്നങ്ങൾ അവരെ പിന്തുടരുന്നുണ്ട്. പ്രത്യേകിച്ചും നട്ടെല്ല്, ഇടുപ്പല്ല് ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ വേദനയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. നീരിളക്കത്തിൻ്റെ ഭാഗമായി ഈ ഭാഗങ്ങളിലൊക്കെ നീര് വരാനോ മൂവ്മെൻറ്റിന് തടസ്സമുണ്ടാകുകയോ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയാവാൻ, പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പോകുവാൻ ഇവർക്ക് സാധിക്കാതെ വന്നേക്കാം. എന്നാലും സാമ്പത്തികമായി ഒട്ടും ദോഷം കാണുന്നില്ല. മാത്രമല്ല അപ്രതീക്ഷിതമായി ധനപരമായ സഹായം ഉണ്ടാവുകയും ചെയ്യും. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവർക്ക് വിദേശവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ പുതിയ പദ്ധതികൾ വരികയോ അതുമായി ബന്ധപ്പെട്ട യാത്ര നടത്തുകയോ ഒക്കെ ചെയ്യേണ്ടി വന്നേക്കാം. യാത്ര കുറച്ച് ആയാസകരമാവാം. തുടക്കത്തിൽ ചിലപ്പോൾ ഇവർ പ്രതീക്ഷിക്കുന്ന അനുമതി ലഭിച്ചില്ല എന്നിരിക്കാം. പക്ഷേ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ അത് ശരിയായി വരും എന്ന് തന്നെ കാണുന്നുണ്ട്. ഈ അവസാന ദിവസങ്ങളിൽ ചിലപ്പോൾ ശ്രമം കൃത്യമായി നടക്കുകയും എന്നാൽ അത് ആ ശ്രമിക്കുന്നതിൻ്റെ തോതനുസരിച്ച് വിജയമുണ്ടാവണമെന്നുമില്ല. പിതാവിന് ആരോഗ്യ സംബന്ധമായ പ്രശ്നമുണ്ടാവാം. അത്തരം മാനസിക വിഷമങ്ങളോട് കൂടിയായിരിക്കാം ഈ യാത്ര ചെയ്യുന്നതെന്നും കണ്ടുകൊള്ളണം. എന്തായാലും സാമ്പത്തികമായി ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഇവർക്കുണ്ടാകുന്ന അനുഗ്രഹം ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ വരെ ഇവർക്ക് സൂക്ഷിക്കാൻ സാധിക്കും. അതുപോലെ പ്രവർത്തനങ്ങളുടെ ഭാഗവാക്കായി വരുന്ന അപ്രതീക്ഷിത ധനസഹായം ഇവർക്ക് ഗുണം ചെയ്യും. നട്ടെല്ല്, ഇടുപ്പല്ല് ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. വണ്ടി ഓടിക്കുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകമായ ശ്രദ്ധ വേണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2 ദിവസങ്ങളും 7-ാം തീയതി ഉച്ചയ്ക്ക് ശേഷവും പൊതുവേ ഗുണകരമാണ്.
അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ ആദ്യ പകുതി വളരെ ഗുണകരമാണ്. കുറേ നാളായി ഇവർ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടത്താൻ ആഴ്ചയുടെ ആദ്യ പകുതിയിൽ നന്നായി സാധിക്കുമെന്ന് കാണുന്നു. ഇവരോട് അടുപ്പം ഉള്ളവരും എന്നാൽ ഇവരെ സഹായിക്കാതിരിക്കുകയും ചെയ്തിരുന്ന കക്ഷികൾ, നേരത്തെയുള്ളവർ, അവർ വീണ്ടും ഇവരോട് ആത്മാർത്ഥമായി സഹായിക്കാൻ വരുന്നതായി കാണുന്നു. കടബാധ്യതയിൽ നിന്ന് ഇവർക്ക് മോചനമുണ്ടാകുന്നു. താൽക്കാലികമായിട്ടാണെങ്കിലും ഉണ്ടായിരുന്ന കടത്തിൽ ഒരു വലിയ അളവ് ഇവർക്ക് അടച്ചു തീർക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ കാലമായി അപേക്ഷിച്ചിരുന്ന വായ്പ, അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും ശരി, അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ടായാലും ശരി, അത്തരം കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. തങ്ങളുടെ ശത്രു പോലും മിത്രമായി വരുന്നൊരവസ്ഥ, ദാമ്പത്യത്തിലുണ്ടായിരുന്ന കല്ലുകടികൾക്ക് ആശ്വാസമുണ്ടാകുന്നു. പൊതുവെ യാത്ര കൊണ്ട് ഗുണം കാണുന്നു. കഴിഞ്ഞ കുറേ കാലമായി അഭിപ്രായ ഭിന്നത മൂലം ചില കൂട്ടുപ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ട് കിടന്നിരുന്നത് വീണ്ടും മുന്നോട്ട് പോകുവാനുള്ള അവസരമുണ്ടാകുന്നു. അത് കഴിഞ്ഞ് ആഴ്ചയുടെ അവസാനത്തെ 2.5 ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാമെങ്കിലും, ധനപരമായ നേട്ടം ഉണ്ടാകാമെങ്കിലും ആരോഗ്യ സംബന്ധമായ അത്ര നല്ലതല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. പ്രത്യേകിച്ചും അലർജി അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് പദാർത്ഥങ്ങൾ, വിഷവസ്തുക്കൾ ചെല്ലാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഭക്ഷണത്തിൽ നിന്നുണ്ടാകാവുന്ന ഭക്ഷ്യവിഷബാധയാകാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അലർജി അസുഖങ്ങളാകാം. ചില പ്രത്യേക ആഹാരങ്ങൾ, ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പിശക് കൊണ്ട് ഉണ്ടാകാവുന്ന അലർജി അസുഖങ്ങൾ ഇവർക്ക് പൊതുവേ കാണാം. ലങ്സിനെ മാത്രം ബാധിക്കുന്നതല്ല, ശരീരമാസകലം ഏതെങ്കിലും തരത്തിൽ വിമിഷ്ടത ഉണ്ടാക്കുന്ന അലർജി അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ കാണുന്നു. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി, അത്തരം കാര്യങ്ങൾ ശമിപ്പിക്കാൻ വേണ്ടി ആശുപത്രിയെ സമീപിക്കുന്നതിന് പണം മുടക്കേണ്ടി വരുമെന്നാണ് കാണുന്നത്. പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി ലാഭം നല്ലവണ്ണമുണ്ട്. കാരണം സാമ്പത്തിക ഗുണം ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് തങ്ങളുടെ അവശത വരുമ്പോൾ ആശുപത്രിയിൽ ധൈര്യമായൊക്കെ പോകാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ആഴ്ചയിൽ ഇവർക്ക് ഗുണകരമായ ദിവസങ്ങൾ 1, 2, 3, 4 ദിവസങ്ങളാണ്. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവും. ചില മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളാനും സാധിക്കും. വാഹനമോ വസ്ത്രമോ ഒക്കെ പുതുതായി ലഭിക്കാനും സാധ്യതയുണ്ട്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ രണ്ടാം പകുതി, ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷമുള്ള ഏകദേശം 5-4.5 ദിവസങ്ങൾ പൊതുവെ ഗുണകരമാണ്. പൊതുവെ പ്രവർത്തനങ്ങളിൽ വർദ്ധിച്ച വിധത്തിലുള്ള ആവേശം വരികയും തങ്ങളുടെ കർമ്മരംഗം ഏറ്റവും നന്നായി സ്ഫുടം ചെയ്തിറക്കാൻ സാധിക്കുകയും ചെയ്യുന്നൊരവസ്ഥ കാണുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ലാഭം കൃത്യമായിട്ടുണ്ടാകുന്നു. തങ്ങളോട് വാഗ്ദാനം ചെയ്ത വ്യക്തികൾ കൃത്യമായി ധനം ഇവർക്ക് നൽകുന്നു. തങ്ങളോട് വാഗ്ദാനം ചെയ്ത വ്യക്തികൾ കൃത്യമായി അവരുടെ സഹകരണം നൽകുന്നു. ബന്ധുമിത്രാദികളുമൊത്ത് ഒരുമിച്ച് സല്ലപിച്ച് അതുപോലുള്ള ഉല്ലാസ സ്ഥലങ്ങളിൽ പോകാൻ സാധിക്കുന്നു. വാഹനവുമായി ബന്ധപ്പെട്ട് മനസ്സിന് സമാധാനം കിട്ടുന്നു, സന്തോഷം കിട്ടുന്നു. അതുപോലെ വീട് നിർമ്മാണത്തിൻ്റെ കാര്യത്തിലും ഇവർക്ക് വളരെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ചിലപ്പോൾ പുതിയ വീട്ടിലേക്ക് താമസം മാറാം. ചിലപ്പോൾ ഇവരുടെ ജീവിത പങ്കാളിയുമൊത്ത് തനിച്ച് അവരുടെ സ്വകാര്യതയിൽ കുറേ ദിവസങ്ങൾ, കുറേ നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. യാത്ര കൊണ്ട് ഗുണം, പഠനവുമായി ബന്ധപ്പെട്ട് നേട്ടം, പ്രത്യേകിച്ചും ഉന്നത പഠനവുമായി ബന്ധപ്പെട്ട് നേട്ടം, വിദേശ ജോലി സംബന്ധമായ കാര്യങ്ങളിലും നേട്ടം. ആഴ്ചയുടെ രണ്ടാം പകുതിയിലാണ് ഈ ഗുണങ്ങൾ പൊതുവെ കാണുന്നത്. എന്നാൽ അവസാന ദിവസം ഉച്ചയ്ക്ക് ശേഷം അല്പം ശ്രദ്ധിച്ചു കൊള്ളണം. പ്രത്യേകിച്ചും ആരോഗ്യ സംബന്ധമായി എന്തെങ്കിലും തരത്തിലുള്ള ജലജന്യ അസുഖമോ അലർജി അസുഖമോ പെട്ടെന്ന് വരികയോ ചിലപ്പോൾ അത് അല്പം കഠിനമാവുകയോ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഉദര സംബന്ധമായും പ്രശ്നങ്ങൾ കാണുന്നു. ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവുക, അത് ശരീരത്തെ വല്ലാതെ വിമിഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഞാൻ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ശ്രദ്ധിക്കാം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അത്തരം ആഹാരം കഴിക്കാതിരിക്കുക. ഈ അനങ്ങാത്ത ശരീരത്തിലാണ് വായു കൂടുതലായി കുടികൊള്ളുക. ശരീരം അനങ്ങുക എന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ വായു പുറത്തേക്ക് പോകും. പ്രത്യേകിച്ച് വായു കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തക്കവണ്ണമുള്ള യോഗ അഭ്യാസ മുറകൾ നമ്മുടെ ശാസ്ത്രത്തിലുണ്ട്. അതൊക്കെ ശീലിച്ചാൽ, അല്ലെങ്കിൽ അതിന് തക്കവണ്ണമുള്ള സാധാരണ ചില എക്സസൈസുകൾ ശീലിച്ചാൽ തീർച്ചയായിട്ടും അത് മാറിപ്പോകാവുന്നതേ ഉള്ളൂ. ഈ കാര്യങ്ങളെയാണ് കരുതൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. അതിൽ വലിയ അത്ഭുതമൊന്നും ആരും കാണിക്കേണ്ട. ശ്രദ്ധിക്കുക എന്ന് എന്തിനു പറയുന്നുവെന്ന് അത്ര പോലും ചെയ്യാൻ വയ്യാത്തവൻ ഇതൊക്കെ അനുഭവിക്കാനേ നിവൃത്തിയുള്ളൂ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 3, 4, 5, 6, 7 ഉച്ച വരെ.
ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക ശനിദോഷ പരിഹാരങ്ങൾക്കായി. ശാസ്താവിന് അല്ലെങ്കിൽ അയ്യപ്പസ്വാമിക്ക്, അതുമല്ലെങ്കിൽ ധർമ്മശാസ്താവിന്, അയ്യപ്പസ്വാമിക്ക്, അല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ ശനീശ്വരന് നീരാഞ്ജനം സമർപ്പിക്കുക. അതുപോലെ തന്നെ കറുത്ത പട്ട് സമർപ്പിക്കുക, കടുംപായസം കഴിപ്പിക്കുക. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. നാഗദോഷ പരിഹാരങ്ങൾക്ക് ഓം നാഗായ നമ എന്ന് ജപിക്കാം. അതുപോലെ തന്നെ 100 പാലും നൽകാം നാഗദൈവങ്ങൾക്ക്. ഗണപതിയെ സ്തുതിക്കുക, ഗണപതിയെ വാഴ്ത്തുക. ഓം ഗം ഗണപതയെ നമ എന്ന് ജപിക്കുക. അതുപോലെ തന്നെ കർഗമാല അർപ്പിക്കുക, നാളികേരം മുടയ്ക്കുക, ഉണ്ണിയപ്പ നിവേദ്യം നടത്തുക കേതുദോഷ പരിഹാരത്തിന്. വ്യാഴദോഷ പരിഹാരത്തിനായിട്ട് മഹാവിഷ്ണു സ്വാമിയെ തന്നെയാണ് അഭയം പ്രാപിക്കേണ്ടത്. ഓം നമോ നാരായണായ ജപിക്കുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണുസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, മഞ്ഞപ്പട്ട് സമർപ്പിക്കുക, നെയ്വിളക്ക് കത്തിക്കുക, പാൽപ്പായസ നിവേദ്യം നടത്തുക. എല്ലാവർക്കും നല്ലതാഴ്ച ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.